അതുകൂടി പൂർണ്ണമായിട്ട് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രം പ്ലക്കറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇത് മാംസം എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യർക്ക് കഴിക്കാവുന്ന രീതിയിലേക്കുള്ള ഇറച്ചിയായി മാറിയിട്ടില്ല. ഇത് മാറുന്നതിന് ഇതിൽ ചില ചേഞ്ചസ് സംഭവിക്കാനുണ്ട്. ഇവിടെ ഏതൊരു ആനിമലിനെ സ്ലോട്ടർ ചെയ്യുകയാണെങ്കിലും അത് അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും സ്ലോട്ടർ ചെയ്യുന്നത്. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തിന് അടുത്തായിട്ട് എടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗവൺമെൻറ്, അതായത് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ, കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മീറ്റൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കാഴ്ച കാണാം. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ചെയ്യുന്നുണ്ട്, മട്ടന്, ബീഫ്, പിഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മീറ്റ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതും വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കാഴ്ച നമുക്ക് കാണാം. നേരെ കമ്പനിക്കകത്തേക്ക് നമുക്ക് പോകും. MPI കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള സീഷൻ ജോയ് സാർ മുന്നിലായിരുന്നു. സാറേ നമസ്കാരം. നമസ്കാരം. ഈ ഒരു കമ്പനി ഫോം ചെയ്തിട്ട് ഇപ്പം എത്ര വർഷമായി? ഈ കമ്പനി 1968 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബേക്കൺ ഫാക്ടറി ആയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം 1973 മുതൽ കേരള ഗവൺമെൻറ്, പൂർണ്ണമായും കേരള ഗവൺമെൻറ് അണ്ടറിൽ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ഇത് എന്തൊക്കെ മീറ്റുകളാണ് ഇവിടെ പ്രോസസ് ചെയ്തിട്ട്? നമുക്ക് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇറച്ചി ഉൽപ്പന്നങ്ങളും തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ബഫല്ലോ, ബീഫ്, മട്ടൺ, പിഗ്, പോൾട്രിയിൽ വരുന്നത് ചിക്കൻ, ബ്രോയിൽ ചിക്കൻ, നാടൻ ചിക്കൻ, ഡക്ക്, കൊയില്, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്. റാബിറ്റ് എല്ലാം വരുന്നുണ്ട്. അത് ശരി, ഓക്കെ. ഇതേപോലുള്ള ഒരു കമ്പനി കേരളത്തിൽ എത്ര ഉണ്ടാവും? കേരളത്തിൽ ഗവൺമെന്റ് സെക്ടറിൽ MPI മാത്രമേ നിലവിൽ ഉള്ളൂ. ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. അതെ അതെ. ഈ ഒരു വലിയൊരു പ്ലാന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് ഉള്ളിലുള്ള നടക്കുന്ന കാര്യങ്ങൾ, ഏത് രീതിയിൽ ഇവിടെ പ്രോസസ് നടക്കുന്നതൊക്കെ കാണുന്ന ഒരു ആഗ്രഹമായിട്ട്. ഉള്ളിൽ പോകുന്ന കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, തീർച്ചയായും. വെൽക്കം ടു MPI. ഓക്കെ, ഇതാണ് MPIയുടെ സ്വൈൻ സ്ലോട്ടർ ഹൗസ്. ഇവിടെ വെച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെ അതെ, സ്വൈൻ സ്ലോട്ടറിംഗ് എല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ ഒരു പ്ലാന്റിൽ വെച്ചിട്ടാണ് സ്വൈൻ്റെ സ്ലോട്ടറിംഗ് നടക്കുന്നത്. 200 ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റിയാണ് ഈ പ്ലാന്റിനുള്ളത്. 200 ആനിമൽസ് ഉദ്ദേശിക്കുന്നത്? 200 ആനിമൽസ് ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ 8 മണിക്കൂറുള്ള ഒരു ഷിഫ്റ്റിൽ 200 ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കപ്പാസിറ്റിയാണ് ഈ പ്ലാന്റിനുള്ളത്. 8 മണിക്കൂർ? അതെ, തീർച്ചയായും. നമുക്ക് ഈ ഒരു മെക്കനൈസ്ഡ് ലൈനാണ്. ഈ ഒരു ലൈനിൽ വെച്ച് നമുക്ക് 200 ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യാം. അതും തികച്ചും ശാസ്ത്രീയമായി. ഓരോ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്നതിന് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ഭക്ഷ്യസുരക്ഷാ നിയമം, മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, ഇങ്ങനെ പല നിയമങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ച് വേണം നമുക്ക് ഓരോ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്നതിന് വേണ്ടി. അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മെത്തേഡുണ്ട്. അത് ഈ ഒരു പ്ലാന്റ് സ്വയന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇവിടെ ആനിമൽസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ? ആദ്യമായി ആനിമൽസിനെ ഇവിടെ വന്നതിന് ശേഷം ആദ്യം ആൻറ്റിമോട്ടോ ഇൻസ്പെക്ഷൻ ആണ് എടുക്കുന്നത്. ആദ്യം വെയിറ്റ് എടുത്തതിന് ശേഷം ആൻറ്റിമോട്ടോ ഇൻസ്പെക്ഷൻ എടുക്കും. ആൻറ്റിമോട്ടോ ഇൻസ്പെക്ഷനിൽ ഈ മൃഗങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈസ് ഇറ്റ് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ, നമുക്ക് മനുഷ്യർക്ക് കഴിക്കാൻ പറ്റും എന്ന് വെറ്ററിനറി ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇവിടെ ഈ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേക ഡോക്ടേഴ്സ് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതെ അതെ. നമുക്ക് MPIയുടെ ഒരു ടീം ഓഫ് വെറ്ററിനറി ഡോക്ടേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അവരാണ് ഇത് ചെക്ക് ചെയ്ത് ഇത് നമുക്ക് മനുഷ്യന് ഭക്ഷ്യയോഗ്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത്. അത് ശരി, സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇതൊക്കെ ശ്രദ്ധിക്കണോ? അതെ അതെ, തീർച്ചയായും. പരിശോധന, ആൻറ്റിമോട്ടം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത്? ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളം മാത്രം കൊടുത്തൊരു 12 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ ഇതിനെ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹോർമോൺ ലെവൽസ് എല്ലാം ന്യൂട്രൽ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് സ്ലോട്ടറിങ്ങിന് വേണ്ടി നമ്മൾ ഈ ആനിമൽസിനെ പ്ലാന്റിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. പ്ലാന്റിനുള്ളിലേക്ക്, റേസ് വേയിലൂടെ പ്ലാന്റിനുള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായി ഇതിനെ കൊണ്ടുവരുന്നത് സ്റ്റണ്ണിംഗ് ബോക്സിലേക്കാണ് വരുന്നത്. സ്റ്റണ്ണിംഗ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏതൊരു ആനിമലിനെ സ്ലോട്ടർ ചെയ്യുകയാണെങ്കിലും അത് അബോധാവസ്ഥയിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും സ്ലോട്ടർ ചെയ്യുന്നത്. അത് ഒരു സയൻറ്റിഫിക് പ്രോസസ്സിങ്ങിൻ്റെ ഒരു വശമാണത്. അൺകോൺഷ്യസ് ആക്കിയതിന് ശേഷം സ്ലോട്ടർ ചെയ്യും. ഒരു സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആയി സ്റ്റൺ ചെയ്ത് സ്ലോട്ടർ ചെയ്യാന്ന് പറയും. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആനിമലിനെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്. ഇങ്ങനെ സ്ലോട്ടർ ചെയ്യുമ്പോൾ ഈ മൃഗങ്ങൾ പെയിൻ അറിയാതെ ഒരു പെയിൻലെസ് ഡെത്ത് ആണ് സംഭവിക്കുന്നത്. ഇതിനുശേഷം ബ്ലീഡ് ചെയ്ത് ഈ ആനിമൽ ഡെഡ് ആയതിനു ശേഷം നേരെ വന്ന് സ്കാൽഡിംഗ് ടാങ്കിലേക്കാണ് വരുന്നത്. ഈ സ്കാൽഡിംഗ് ടാങ്കിൽ ചൂടുവെള്ളം നിറച്ചിരിക്കുന്നുണ്ട്. ഈ ചൂടുവെള്ളത്തിൽ ഇതിനെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള ഒരു സമയം ആനിമൽസിനെ നമ്മൾ മുക്കും. ഇത് എന്തിനെ മുക്കി വെക്കുന്നത്? ഇതിൽ സോയൻ്റെ സ്കിൻ ഫാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറമെയുള്ള രോമം നമുക്ക് കളയണം. ആ രോമം കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്കാൽഡിംഗ് പ്രോസസ്സ് വരുന്നത്. വലിയ ചൂടില്ല, ഒരു 60-65 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിലാണ് ഇതിൻ്റെ അകത്ത് ഇത് മുക്കുന്നത്. ഇതിന് ശേഷം ഡീഹെയറിംഗ് മെഷീന് ശേഷം ഇതിൻ്റെ അകത്ത് ഈ ഡീഹെയറിംഗ് പ്രോസസ്സിൽ ഒരു 95% രോമങ്ങളും
പോയിട്ടുണ്ടാവും. ഇതിനുശേഷം ആണ് സിഞ്ചിങ് എന്ന് പറയുന്നത്. ഇതിന് ബാലൻസ് ഇതിൽ നിൽക്കുന്ന എന്തെങ്കിലും കുറ്റി രോമങ്ങൾ, ചെറിയ ചെറിയ രോമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലെയിം കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മീറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുമോ ഈ ചൂട് കൊടുക്കുമ്പോൾ? ഇല്ല, പൊങ്ങി നിൽക്കുന്ന രോമം കരിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കൂടുതൽ സമയം അതിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് മീറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അതിനുശേഷം ഇത് വാഷിംഗ് ആണ് നടക്കുന്നത്. ഇത് ഈ ഒരു പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിയുള്ള കരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തെടുക്കും. ഈ വാഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് എവിസറേഷൻ എന്ന് പറയും. എവിസറേഷൻ ആനിമൽസിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വെളിയിലെടുക്കുന്ന പ്രോസസ്സാണ്. വെളിയിലെടുത്തതിന് ശേഷമാണ് ഇവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ? പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോട്ടറിങ്ങിന് ശേഷം അകത്ത് ഈ മീറ്റിന് ഉള്ളിൽ ആനിമൽസിൻ്റെ ഉള്ളിലും പല അസുഖങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് പരിശോധിക്കുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ. ശരി, ആ ഉള്ളിലുള്ള പാർട്ടിലും എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളുണ്ടോ അത് ഇവിടെ പിന്നെയും ചെക്ക് ചെയ്യാം. അതെ. പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷന് ശേഷം ഇത് ആനിമൽസിന്റെ കാർക്കസ് ഇത് നേരെ 2 പീസാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ സെന്ററിൽ കൂടെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. 2 പീസായി കട്ട് ചെയ്യുക. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില്ലറിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എല്ലാ സ്ഥലത്തേക്കും ഇതിന്റെ തണുപ്പ് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം ഇങ്ങനെ 2 പീസ് ആക്കിയതിന് ശേഷം വാഷ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഇത്രയും പ്രോസസ് നടക്കുമ്പോൾ ഒക്കെ ഇതിങ്ങനെ ഹാങ് ആയിട്ട് തന്നെ ഇത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇത് ഹാങ്ങിങ് പൊസിഷനിലായിരിക്കും കിടക്കുന്നത്. മെക്കനൈസ്ഡ് മോട്ടറൈസ്ഡ് മൂവ്മെന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ബ്ലഡ് ഒക്കെ ശരിക്കും പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ തലകീഴായി ഹാങ് ചെയ്തിട്ടാണ് ഇതിന്റെ ബ്ലീഡിങ് നടത്തുന്നത്. അങ്ങനെ ബ്ലീഡിങ് നടത്തുമ്പോൾ 85 to 90% ബ്ലഡും ബ്ലീഡ് ചെയ്ത് പുറത്തേക്ക് വരും. അത് ശരി, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടി. അതെ. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് ബ്ലഡ് ഒക്കെ പോയി അതിനുശേഷം ഇവിടുന്ന് നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് അടുത്ത പ്രോസസ് അടുത്ത വേ ചെയ്ത് നേരെ ചില്ലറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ഒരു വെയിങ് പരിപാടിയും കൂടി. അതെ. എത്ര ഉണ്ട് വെയിറ്റ് ഒക്കെ നോക്കാം. എത്ര വെയിറ്റ് ഉണ്ട്. അതും ഈ ഹാങ് ചെയ്തിട്ട് തന്നെയാണ് ഈ ലൈനിൽ തന്നെയാണ്, ഓവർ ഹെഡ് റെയിൽ സിസ്റ്റത്തിൽ തന്നെയാണ് പോകുന്നത്. താഴെ ഇറക്കുന്നേ ഇല്ല. താഴെ ഇറക്കുന്നത് ആ കട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഇത് നമ്മൾ താഴെ ഇറക്കുള്ളൂ. അടുത്തത് ഇനി ചില്ലറാണ്. ഈ സ്ലോട്ടറിങ്ങിന് ശേഷം ആനിമൽസിന്റെ കാർക്കസ് ഇനി അടുത്തത് ചില്ലറിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചില്ലറിലേക്ക് മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ചില്ലറിലേക്ക് മാറ്റുന്നത് ഈ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് മസിൽസ് ആയിരിക്കും ഇതിനുണ്ടാകുന്നത്. ഈ മസിൽസ് മീറ്റായിട്ട് കൺവേർട്ട് ആവണം. എങ്ങനെ അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് മാംസം, അതായത് ഇപ്പോഴുള്ളത് മാംസമാണ്. ഈ മാംസം ഇറച്ചിയായിട്ട് മാറണം. ഇത് ഇപ്പോഴും മാംസത്തിലാണ് ഇത് നിൽക്കുന്നത്. അതെ. ഈ ഒരു അവസ്ഥയിൽ ഇത് മാംസം എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യർക്ക് കഴിക്കാവുന്ന രീതിയിലേക്കുള്ള ഇറച്ചിയായി മാറിയിട്ടില്ല. ഇത് മാറുന്നതിന് ഇതിൽ ചില ചേഞ്ചസ് സംഭവിക്കാനുണ്ട്. ഈ ചേഞ്ചസ് സംഭവിക്കുന്ന സമയം വരെ ഇത് കുറച്ച് ഫിസിക്കോ കെമിക്കൽ ചേഞ്ചസ് ആണ്. അത് സംഭവിക്കുന്ന അത്രയും സമയം നമ്മളിത് കീപ്പ് ചെയ്യണം. ഇപ്പം അങ്ങനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചില്ലറിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. കഴിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു ഇറച്ചിയായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു pH ഉണ്ട്. ആ pH ചെക്ക് ചെയ്ത് അതിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് ഇറച്ചിയാക്കുകയുള്ളൂ. മാംസം ഇറച്ചിയായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് കറി വെച്ച് കഴിച്ചു കഴിയുമ്പോൾ, കറി വെച്ചോ അല്ലാതെ എങ്ങനെ ആയിക്കോട്ടെ, ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ കൃത്യമായിട്ട് ദഹിക്കുകയും അതിൻ്റെ പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായിട്ട് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യണമെങ്കിൽ ഈ മാംസം ഇറച്ചിയായിട്ട് മാറണം. ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ടുള്ള മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അത് ശരി. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം ഇതേപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു പിഗ് മാത്രം ചെയ്യുന്ന സമയത്താണോ, അല്ലെങ്കിൽ ബഫല്ലോ, മട്ടന് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ മൃഗങ്ങളും ഇതേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഈ ചില്ലറിൽ നമ്മൾ സൂക്ഷിക്കും. 8 മണിക്കൂർ എന്നുള്ളതല്ല, 8 മണിക്കൂർ കഴിഞ്ഞാലും ഇതിൻ്റെ ചേഞ്ചസ് കംപ്ലീറ്റ് ആയോ എന്നറിയാൻ പരിശോധന നടത്തി ചേഞ്ചസ് കൃത്യമായിട്ട് വന്നു, നമുക്കിത് ഇറച്ചിയായി മാറി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് ഇറച്ചിയാക്കത്തുള്ളൂ. ഓക്കെ, അതിപ്പോൾ പുതിയൊരു അറിവാണ് എന്തായാലും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാമ്പിൾ എടുക്കുന്നതാണ്. ഇവിടുന്ന് ഈ ഒരു സാമ്പിൾ ഇപ്പോൾ എടുത്തുകൊണ്ട് റാൻഡം സാമ്പിളിംഗ് ആണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? ഇത് മൈക്രോബയോളജി പരിശോധനകൾ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാമ്പിൾ ഇവിടുന്ന് എടുക്കുന്നത്. ഇനിയും ചെക്കിംഗ് ഉണ്ട്. മറ്റത് വെറ്ററിനറി ഇൻസ്പെക്ഷൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇത് മൈക്രോബയോളജി ഇൻസ്പെക്ഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. മൈക്രോബയോളജി ഇൻസ്പെക്ഷനിൽ അതിൻ്റെ FSSAIയുടെ പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് അനുസരിച്ച് ഇത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്
കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരി, അത് പിന്നെയും അടുത്തൊരു ചെക്കിങ്ങിലേക്ക് ലാബ് കൊണ്ടുപോയിട്ട് പരിശോധിക്കുക. അതെ അതെ, ഈ ലാബിലെ പരിശോധന കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുകയുള്ളൂ, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് ശേഷം പിന്നെ ഡീബോണിംഗ് ആണ് നടക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ട് മാനുവൽ ഡീബോണിംഗ് ആണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കട്ടിങ് ഉണ്ടാവും, പല പോർഷൻസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാനുവലായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്, കട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആകുന്നു. ഇതിപ്പോൾ ഈ കട്ട് ചെയ്ത് ഈ ചില്ലറിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഈ കട്ടിങ്ങിന്റെ സമയത്ത് ഇത്രയും ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഒരു മീറ്റായിട്ടുള്ള ഇത് ഫീൽ ചെയ്യുന്നത്. അതെ അതെ, ഇത് ഈ പ്രോസസ്സിംഗ് എല്ലാം ഇതിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ രക്തത്തിൻ്റെ ഒരു മയ ഇതിനുള്ളിൽ ഉണ്ടാവില്ല. ഈ ഒരു അപ്പിയറൻസ് കൃത്യമായിട്ട് മീറ്റിന് കിട്ടണമെങ്കിൽ ഈ മാംസം ഇറച്ചിയായിട്ട് മാറുന്ന ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും നമുക്ക് നല്ല ഒരു അപ്പിയറൻസ് ഇതിന് കിട്ടുന്നത്. അതെ അതെ, കട്ടിങ് കഴിഞ്ഞ് പിന്നെ കട്ടിങ് കഴിഞ്ഞ് പാക്കിങ്, അത് വേണ്ട ഗ്രേഡ് അനുസരിച്ച് പല ഗ്രേഡുകളുണ്ട്, ആ ഗ്രേഡ് അനുസരിച്ച് പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്ത് കവറിലാക്കിയതിന് ശേഷം പിന്നീട് അടുത്തത് വാക്യൂം പാക്കിംഗ് ആണ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ നിന്ന് ഈ കവറിനുള്ളിൽ നിന്നുള്ള എയർ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനെ സീല് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള പ്രോഡക്റ്റ്, അതായത് മറ്റുള്ള ആനിമൽസ് അതിന് ചെയ്യുന്ന ഈ പിഗിനെ ചെയ്തത് അതേ സിസ്റ്റത്തിനാണ് വരുന്നത്? അല്ല, ഇതിൽ എല്ലാത്തിലും ഓരോന്നിനും ഓരോ പ്ലാന്റ്, ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാന്റ് ആണ് ഉള്ളത്. ഈ പ്ലാന്റുകളിൽ എല്ലാം ഓരോ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വൈൻ പ്ലാന്റിൽ സ്കാൽഡിങ്, ഡീഹെയറിങ് തുടങ്ങിയ പ്രോസസ്സ് പറഞ്ഞു. അതിൻ്റെ സ്കിൻ ഫാറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ നേരെ മറിച്ച് ബൊവൈൻ പ്ലാന്റിൽ, അതായത് ബീഫ്, ബഫല്ലോ, ഗോട്ട് തുടങ്ങിയ ആനിമൽസിന് നമുക്ക് സ്കാൽഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹൈഡ്, അതിൻ്റെ തോല് തന്നെ മൊത്തത്തിൽ ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോസസ്സാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചിക്കൻ്റെ പോൾട്രി പ്രോസസ്സിംഗ് സെക്ഷനാണ്. പോൾട്രി പ്രോസസ്സിംഗ് പ്ലാന്റിൽ നമുക്ക് 2500 ബേഡ്സിനെയാണ് ഒരു ദിവസം സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഉള്ളത്. ഇത് മറ്റ് ആനിമൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആദ്യം ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷന് ശേഷം സ്റ്റൺ ചെയ്ത് അൺകോൺഷ്യസ് ആക്കി ബ്ലീഡ് ചെയ്ത് സ്കാൽഡിൻ ടാങ്കിൽ വരുന്നു. ഈ സ്കാൽഡിൻ ടാങ്കിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് നമ്മുടെ നാടൻ കോഴിയൊക്കെ വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു മെക്കാനിക്കൽ വെർഷനാണ് ഈ കാണുന്നത്. ചൂടുവെള്ളത്തിൽ മുക്കി കഴിഞ്ഞ് അതിൻ്റെ ടിഷ്യൂസ് സോഫ്റ്റ് ആകും. നമുക്ക് ഫെതേഴ്സ് എല്ലാം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഈ മെഷീനിലൂടെ കയറിപ്പോയി കഴിയുമ്പോൾ അതിൻ്റെ ഫെതേഴ്സ് എല്ലാം റിമൂവായി പുറത്തേക്ക് വരുന്ന ചിക്കൻ്റെ ഉള്ളിൽ നിന്നുള്ള എവിസറേഷൻ പ്രോസസ്സാണ് അടുത്തായി കാണുന്നത്. ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ടോ? ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ട്. പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ഇവിടെ ഉണ്ട്. മറ്റ് ആനിമൽസിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയുള്ള എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷന് ശേഷം നമ്മൾ ഇത് വന്ന് നേരെ അതിന്റെ ലെഗ് കട്ടായി ഒരു ടാങ്കിലേക്ക് ചാടുന്നുണ്ട്. ഈ ടാങ്ക്, ഇതിന്റെ പേര് സ്ക്രൂ ചില്ലർ എന്നാണ്. ഈ സ്ക്രൂ ചില്ലറിൽ നമ്മൾ തണുത്ത വെള്ളമാണ് നിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇത് ഡിപ്പ് ചെയ്ത് കിടപ്പുണ്ടാവും. ഈ സ്ക്രൂ ചില്ലറിന് ശേഷം ഇപ്പോൾ കാണുന്നത് ഡ്രം പ്ലക്കർ ആണ്. ഇതിൽ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ഡിസ്ക് പ്ലക്കറിൽ എൻ്റെ ഫെതേഴ്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം റിമൈനിങ് ആയിട്ട് 1-2% കുറച്ച് ഫെതേഴ്സൊക്കെ ഇതിൽ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടി പൂർണ്ണമായിട്ട് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രം പ്ലക്കറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിത്ത് സ്കിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ വിത്ത് സ്കിൻ ആണെങ്കിൽ നേരെ ചില്ലറിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് സ്കിന്നാണ് വേണ്ടതെങ്കിൽ മാനുവലി സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ചില്ലറിൽ കീപ്പ് ചെയ്യുന്നു. ഇതിനെയും ചില്ലറിലേക്ക് മാറ്റണം. അതെ, ചില്ലറിൽ ഇതിൽ നമുക്കൊരു 2-3 മണിക്കൂറെങ്കിലും നമുക്ക് കുറഞ്ഞത് ചില്ലറിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കട്ടിങ് ഇവിടെ ചെയ്യുന്നതൊക്കെ മെഷീൻ വെച്ച് കട്ടിങ് എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അത് കറിക്കട്ടായാലും മറ്റു പാർട്സ് ആയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെങ്കിലും അത് മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിന് എത്ര ലൈഫ് നമുക്ക് പറയാൻ പറ്റുമോ? MBAയുടെ സ്വൈൻ, റാബിറ്റ് ഉൽപ്പന്നങ്ങൾക്ക് 10 മാസമാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. ലൈഫ് എക്സ്പയറി ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. മറ്റു ഉൽപ്പന്നങ്ങൾ, അതായത് ബീഫ്, ബഫല്ലോ, മട്ടൺ, പോൾട്രി ഉൽപ്പന്നങ്ങൾ, ഇതിനെല്ലാം 1 വർഷമാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് 1 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ? അതെ, തീർച്ചയായും. ഈ ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്, ഈ ലോ ടെമ്പറേച്ചറിൽ പ്രോസസ്സ് ചെയ്ത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുമ്പോഴും അതേപോലെ തന്നെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം. അതെ, തീർച്ചയായും. -18 ഡിഗ്രിയിൽ അല്ലെങ്കിൽ അതിൽ താഴെ സൂക്ഷിക്കണം. നമുക്ക് ഈ ഒരു ലൈഫ് ടൈം നമുക്കിത് കിട്ടണമെങ്കിൽ 1 വർഷം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് കേരളത്തിൽ എവിടെയൊക്കെ ഇത് ഇപ്പോൾ അവൈലബിൾ ആണ്? കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നിലവിൽ MBAയുടെ ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ്. അതിൽ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെയാണ് പ്രധാനമായിട്ടുള്ള മാർക്കറ്റ്. അവിടുന്ന് വടക്കോട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ആണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ നമ്മളത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുതുതായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിളിക്കണം, പുതിയ ഡീലർഷിപ്പിൽ വിളിക്കുകയാണെങ്കിൽ MBA കൊടുക്കാൻ റെഡിയാണ്? തീർച്ചയായും. MBA ഡീലർഷിപ്പ് വടക്കൻ കേരളത്തിലേക്കാണ് ഇപ്പോൾ ഡീലർഷിപ്പ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടും വടക്കൻ കേരളത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെയുള്ള ആളുകൾ അവിടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത്
കടകൾ ഉടനെ തന്നെ അനുവദിച്ച് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കമ്പനിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കും? അതെ, നമ്മുടെ സെയിൽസ് ടീം അതിന് വേണ്ടി സജ്ജരാണ്, ഏത് സമയവും റെഡിയാണ്. ഓക്കെ, ശരിക്കും ഇതിന്റെ ബ്രാൻഡ് നെയിം വരുന്നത് MPI. ബ്രാൻഡ് നെയിം MPI, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം MPI എന്നാണ് ബ്രാൻഡ് നെയിം വരുന്നത്. അത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഐറ്റം, ഇതിന്റെ ഉൽപ്പന്നം ഏതാണ് എന്നുള്ളത് കൂടി ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഞാനിവിടെ വരുന്നത് വരെ എനിക്കറിയായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ കോൺടാക്ട് ചെയ്തത്, ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. എന്നാലും വന്നപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. ഇത്രമാത്രം ശ്രദ്ധ നമ്മളൊരു മീറ്റ് ആക്കി എടുക്കുന്നതിന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളുടെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. എന്നാലും വലിയ സന്തോഷമുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? ഈ ഒരു രീതിയിൽ മീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന കേരളത്തിൽ തന്നെ, അതും കേരള സർക്കാരിൻ്റെ അണ്ടറിൽ ഒരേ ഒരു മീറ്റ് പ്രോസസ്സിംഗ് കമ്പനിയാണ് ഈ MPI എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. എന്നും ഞാൻ കൊടുക്കുന്നത് പോലെ തന്നെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, അന്വേഷിക്കാം. ഇത് കൂടാതെ ഒരു റെൻഡറിങ് പ്ലാന്റും കൂടി ഈ MPIക്ക് വരുന്നുണ്ട്. അതായത് ഇവിടെ ബാക്കി വരുന്ന വേസ്റ്റ് വരുന്ന ഈ ബോൺസ്, അതേപോലെ ഇതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് പാർട്സ് ഒക്കെ ഇവിടെ എല്ല് പൊടിയാക്കിയിട്ട് നമ്മളെ കൈകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശുദ്ധമായിട്ടുള്ള എല്ല് പൊടി, ഒരു മിക്സിങ്ങും ഇല്ലാത്ത എല്ല് പൊടിയുടെ പ്രോസസ്സിങ് ഇവിടെ ഒരു യൂണിറ്റ് പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അത് ആഡ് ചെയ്ത വലിയൊരു ലെങ്തി വീഡിയോ ആയിട്ട് മാറുന്നുണ്ട്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.